അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ തോന്നും മൈൻക്രാഫ്റ്റ് ജാവ. അതേ നമ്മൾ ജാവയിൽ സംഭവിച്ചിട്ടുണ്ട്. മേടിച്ചില്ല, ചെറിയൊരു ലോഞ്ചറാണ്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ തോന്നുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാൽ ഗൈസ്. അപ്പോൾ നമുക്ക് സിംഗിൾ പെയർ കൊടുക്കാം, ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ഇത് ലോഡാവുന്നുള്ളൂ, വെയിറ്റ് ചെയ്യുക. നമുക്ക് സീഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിനോട് വെച്ചിട്ട് സീഡൊക്കെ അടിച്ചു കൊടുത്ത് നമ്മുടെ വില്ലേജിന് സീഡാണ് ഗൈസിൻ്റെ ഈ പേരാണ്. മറ്റേ പേര് ആൽബിൻ മിക്കി, സോറി MICKY വിക്കി സർവൈവൽ ലെറ്റ്സ് പ്ലേ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് റാൻഡം സീഡ് കൊടുക്കാം. അതിന് സീഡ് എന്ന് വെച്ചാൽ 0000000 ഇത്രയുള്ള സീഡ് കേട്ടോ, ഇത്രയുള്ള സീഡ് ഇതൊക്കെ മതി. നമുക്ക് ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ടാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് അടിയിട്ടുണ്ട്, ഇതൊന്ന് ക്രിയേറ്റ് ആവാം ഗൈസ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇത് കുറേ നേരം എടുക്കും, അതുകൊണ്ടാണ് ഗൈസ് ക്രിയേറ്റ് ചെയ്ത് കാണാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ വേൾഡിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വേൾഡ്. നമ്മളപ്പോൾ വില്ലേജിൽ തന്നെ സ്പോൺ ആയിട്ടില്ല, നമ്മുടെ വില്ലേജിന് സീഡാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ല മറ്റേ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. നിങ്ങളെടുത്ത് എൻ്റെ പുതിയ സ്കിന്നാണ് ഗൈസ്. നമ്മുടെ ELBയുടെ സ്കിന്നാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ സ്കിന്നൊന്നുമല്ല, വേറെ ആരുടെ സ്കിന്നൊക്കെയാണ്. നമ്മളപ്പോൾ നമ്മളെ സർവൈവൽ കയറുന്ന അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റത്തെ കാര്യം ചെയ്യുന്ന കാര്യമാണ് ബെഡോ വുഡോ ഗൈസ്. ബെഡും വുഡും ചെറിയൊരു ലാഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും, അത് നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, നമ്മൾ തടി മുറിക്കാൻ പോവാണ്. നമ്മൾ തടി മുറിക്കുന്നതായിരിക്കും. തടി മുറിച്ചിട്ടുണ്ട്. ആദ്യത്തെ തടി നമുക്ക് സുധിയണ്ണനെ കൂട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സുധിയണ്ണൻ്റെ സ്പെയറായിട്ട് നമ്മൾ ഒരു ഡേർട്ടും കൂടെ അങ്ങനത്തെ അറിയാണ്ട് പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടങ്ങ് ചേർത്താം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അത് ഗ്ലിച്ചാണ് കേട്ടോ, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ക്രാഫ്റ്റ് ടേബിളൊക്കെ ഉണ്ടാക്കുന്നത്, അതിനകത്ത് തന്നെ ഇല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ക്രാഫ്റ്റ് ടേബിളൊക്കെ വേണം, എൻ്റെ പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വുഡ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വുഡ് കട്ട് ചെയ്ത് നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ഇൻവെൻറ്ററി പോയിട്ട് ഇതും കൊടുത്ത് വുഡ് ബ്ലാങ്ക് ആക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയത്തില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ബുക്ക് എടുക്കാം, റെസിപ്പി ബുക്ക് എടുക്കാം. എന്നിട്ട് റെസിപ്പി ബുക്ക് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് ഗേവാണ്, ഗേവിനൊക്കെ ഇങ്ങനെ ഇപ്പോഴേ കയറണ്ട. നമ്മൾ ഇന്നത്തെ ഇച്ചിരി കൂടെ ഉള്ളൂ കേസ്. നമുക്കൊന്ന് ചെറിയൊരു വീട് ഷെൽട്ടർ പണിയണം കേസ്. നമുക്ക് വേണ്ടിയിട്ട് ഷെൽട്ടർ പണിയണം. പിന്നെ ഫുഡ് നമുക്ക് അത്യാവശ്യം വേണം, ഫുഡും വേണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളപ്പോൾ അതെടുത്ത് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഫുഡില്ല, ഫുഡ് എടുക്കാം. നമുക്ക് ഫുഡിങ്ങിനാണ്. അപ്പോൾ വുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ജാവയല്ല, ഈ ബെഡ്റോക്ക് ആയിരുന്നു വെച്ചാൽ നല്ലത്. പക്ഷെ നമുക്ക് ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം, അപ്ഗ്രേഡ് ആകാം. അപ്പോൾ നമുക്ക് ഇതിനെ കുഴിക്കാം. നമുക്ക് ഒന്നും തോന്നരുത് വില്ലേജർ, നിങ്ങളുടെ കാര്യം കാണത്തില്ല, നിങ്ങളുടെ കാണിച്ചു മാറ്റാം. വില്ലേജർ സോണേജ് ആയിട്ടുണ്ട്. നമ്മളിതിനകത്തും തോടാം, നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇവന്മാരെ ഊറ്റി ജീവിക്കും കേസ്, എത്രയേ ഉള്ളൂ. ഊറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇച്ചിരി ആർമർ ഇട്ടിട്ടുണ്ട്, ആർമർ അങ്ങ് എടുത്തിട്ടേക്കാം. നമുക്ക് ഈ വില്ലേജർമാർ തന്ന ആർമറാണ്. താങ്ക് യു വില്ലേജർ, താങ്ക് യു ഫോർ ദാറ്റ്. നമുക്ക് എന്തായാലും അവന്മാരുടെ തുണ ഉണ്ടായിരിക്കും. നമ്മൾ താങ്ക് യു ഫോർ ദാറ്റ് വില്ലേജേഴ്സ്. നമുക്കിപ്പോൾ 4 കോബ്ൾസ്റ്റോൺ ആയിട്ടുണ്ട്. ഇച്ചിരി 16 വേണം നമുക്ക് സ്റ്റാർട്ടറായിട്ട്. അങ്ങനെ ഇനി ഇവന്മാരുടെ ഇങ്ങനെ ഊറ്റുന്നില്ല, ഊറ്റിയത് മതിയാക്കി ഇതിനെ കൂടുതലോട്ട് വിടാം. താട്ട് കുഴിക്കാൻ കേട്ടോ, ഇങ്ങോട്ട് വീണിട്ട്. ഓക്കെ 17 ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പൊട്ടിങ് കഴിച്ചു. ഞാൻ 2x സ്പീഡ് ആക്കട്ടെ. അപ്പോൾ പൊട്ടിക്കട്ടെ. എന്തോ സ്കെൽറ്റൽ സൗണ്ട് കേൾക്കുന്നത് ഞാൻ പറയുന്നത് കേസ്. ഞാനിപ്പോൾ മറ്റേ ഹെഡ്സെറ്റിലാണ് കേൾക്കുന്നത്, ഒന്നും കേൾക്കുന്നില്ല എനിക്ക്.
ഹെഡ്സെറ്റ് ഒന്നും ഇടുന്നില്ല ഗൈസ്. ഞാൻ മറ്റേ മൈക്കിന് വേണ്ടി മാത്രമായിട്ടാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓ 20 ഇതൊക്കെ മതി. ഇനി മണ്ടക്കോട്ട് കയറാം. ഓക്കെ. പൊട്ടിക്കാം കയറാം. കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് അപ്ഗ്രേഡ് ആവാം. അതിന് തന്നെ ഒരു പിക്കാക്സ് ഒപ്പിക്കാം. പിക്കാക്സ് ആവട്ടെ. അപ്പോൾ പിക്കാക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി സ്റ്റോൺ കൂടെ വേണം ഗൈസ്. സ്റ്റോണല്ല സോറി സ്റ്റിക്ക് കട്ടി വഴുതി പോകുന്നു കേട്ടോ. ഓക്കെ. നമുക്ക് ഇനി ഇച്ചിരി ഒരു ആക്സും ഒരു സോഡും കൂടെ ഉണ്ടാക്കാം. പിന്നെ അത്രേ ഉള്ളൂ. സോഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയാണ് ഇത്. എന്തോന്ന് ഞാൻ എടുക്കുന്നത്. പെട്ടെന്ന്. ഓക്കെ. പിന്നെ ഒരു സോഡും കൂടെ നിർമ്മിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റ് ടേബിൾ അങ്ങ് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി നടന്നിട്ട് നമുക്ക് ഇച്ചിരി വുഡിൻ്റെ ആവശ്യമാണ്. ഷെൽട്ടർ റെഡിയാക്കുന്നില്ല ആദ്യം തന്നെ. ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇതൊന്നും ഇല്ല. മറ്റേ നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. ഇന്ന് പറ്റുന്നത്ര അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീടൊക്കെ വന്ന് നിർമ്മിക്കാം. ഈ എപ്പിസോഡിൽ ചുമ്മാ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം. ഓക്കെ. നമുക്കിനി ഹേബേൽ പൊട്ടിക്കാൻ തുടങ്ങാം. ഹേബേലാണ് ഇവന്മാരുടെ ഊറ്റുന്ന സാധനം കേട്ടോ. നമുക്ക് നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ഫുഡിന് വേണ്ടി ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ബ്രെഡ് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ അങ്ങ് വെച്ചിട്ട് നമുക്ക് ഒരു അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിക്കിന് വുഡില്ല കേട്ടോ. ബ്ലാങ്ക്സ് റെഡിയാക്കാം. നമുക്ക് സ്റ്റിക്കാക്കാം. ഒരു അങ്ങ് നിർമ്മിക്കാം. അപ്പോൾ നമുക്കൊരു അങ്ങ് നിർമ്മിക്കാം. സ്റ്റോൺ ഹോയ്ക്ക് ആവശ്യമുണ്ടോ? എന്തായാലും അതൊക്കെ റെഡിക്കാം. അപ്പോൾ സ്റ്റോൺ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിക്കാക്സ് അല്ല ആക്സ് വെച്ച് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് മറ്റേ ഹേബേൽ അങ്ങ് ഇവിടെ നിന്ന് ലൂട്ടടിക്കാം. അപ്പോൾ നമുക്കങ്ങ് ഇതങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. ഹേബേൽ എന്ന് പറയുന്നത് നല്ലൊരു ഫുഡ് ഐറ്റമാണ്. കച്ചി എൻ്റെ കൂട്ടുകാരനുണ്ട് ഗൈസ്. അവൻ്റെ പേര് കച്ചി എന്നൊക്കെയാണ്. അതല്ല നമ്മൾ പറയുന്നില്ല ഗൈസ്. അവനിത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. ചുമ്മാ ഇവന്മാരൊന്നും പറയാൻ കൊടുക്കാനാണ്. ഓക്കെ. ചുമ്മാ പോയേക്കാം. ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് ഇച്ചിരി ദൂരോട്ട് പോയിട്ട് അയങ്കോളുണ്ടല്ലോ. അയങ്കോളൊന്നും അയങ്കോളത്തിന് കൊണ്ടുപോകണം. അയങ്കോളം മുട കാണിക്കുന്നതാണോ? അയങ്കോളം പോലെ മച്ചോ ഇല്ലേ? വേണ്ട. ചക്കൻ ഇപ്പോഴേ മരിക്കും. വേണ്ട. അടുത്ത എപ്പിസോഡിൽ ഞാൻ കൊന്നോളാം. ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ഗോൾ ഒന്നുമില്ല. ചുമ്മാ നമുക്ക് ഒരു ദിവസം ഒന്ന് സ്കിപ്പാക്കാം. പിന്നെ ഒരു സ്കിപ്പാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്താം. അതായത് നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ രാവിലെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. പക്ഷേ ഞാനിത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ്. രാത്രി 12 മണിയാണ് സമയം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ. നമ്മുടെ 300 സബ്സ്ക്രൈബറൊക്കെ ആയി. അതെ, 300 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട്. രാത്രി ആവാറായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഇപ്പോൾ സ്പോൺ സെറ്റാക്കാം. ആദ്യം സ്പോണിങ് പോയിന്റ് സെറ്റാക്കാം. ആരെങ്കിലും കയ്യിൽ നിന്ന് ബെഡോ വല്ലതും വാങ്ങാം. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഒന്ന് റീഡ് ചെയ്യാം. ബ്ലാക്ക് സ്മിത്ത് അവിടെ അങ്ങാണ്ടോ? അത് പിന്നെ അങ്ങാണ്ട് എടുക്കാം. നമുക്ക് ഇവിടുത്തെ ഹേബേൽ അങ്ങ് എടുക്കാം. ഹേബേയിലെ വാട പയ്യ ബസ്സിൽ വന്ന് പോയാ. മീൻസ് കച്ചിമോനെ വാടാ. കച്ചിമോനെ വാടോ, എൻ്റെ കൂടെ വാടോ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങാനും നിൽക്കാം. പാവൻ ചക്കൻ്റെ വീട് പോയി. സോറി ചക്ക. നമ്മുടെ സ്പോണായ ഏരിയയാണ് ഇത്. നമ്മുടെ സ്പോണാണിത്. നമ്മുടെ സ്പോൺ എന്നൊക്കെ പറയാം. നമ്മുടെ സ്പോണാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അങ്ങ് എൻജോയ് ചെയ്താലെന്ന് ചോദിച്ചേക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. റോഡ് ടു 400 ആണ് ഗൈസ്. സ്കിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഗ്രൈൻഡൊക്കെ ചെയ്ത് നമുക്ക് പുതിയ സ്റ്റോണൊക്കെ നിർമ്മിച്ച് നമുക്ക് അയണൊക്കെ ആവാം. ഞാൻ ഓഫ് ക്യാമറയെ ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത ജാവ സീരീസോ ഡ്രോക്കോ വല്ലതും കാണാം കേട്ടോ. ബൈ ബൈ.